Lord Jesus, what is the right thing? This woman of Samaria asked. Look at this answer. He says it's not here and it's not there. He is not the supporter of any denomination. I'm sorry to disappoint some of you, but he is not the supporter of your denomination. നിരാശപ്പെടുന്നതിൽ എനിക്ക് സങ്കടമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഉൾപ്പെടുന്ന നിൽക്കുന്ന സഭാ വിഭാഗത്തിന്റെ വക്താവല്ല, അതിനെ താങ്ങി നിർത്തുന്നവനല്ല യേശു. എന്റെ സഭയെ താങ്ങി നിർത്തുന്നവനല്ല, എനിക്ക് ശുപാർശ പറയുന്നവനല്ല കർത്താവായ യേശു. അവനെ മാത്രം മാമനെ സേവിക്കാതെ, അവനെ മാത്രം സേവിക്കുന്നവരെ അവൻ താങ്ങുന്ന കർത്താവ്. നിങ്ങൾ ഏത് സഭാ വിഭാഗത്തിലുള്ളവരായിക്കൊള്ളട്ടെ, യേശുവിന്റെ വാർത്ത ശ്രദ്ധിക്കുക. The hour is coming, verse 23, when the true worshippers will worship the Father in spirit and truth. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. And God the Father is seeking for such worshippers. അങ്ങനെയുള്ള സത്യ നമസ്കാരികളെയാണ് പിതാവ് അന്വേഷിക്കുന്നത് എന്ന് യേശു പറഞ്ഞു. From the beginning of man's creation, God wanted man to worship. മനുഷ്യന്റെ സൃഷ്ടി മുതൽ തന്നെ ദൈവം ആഗ്രഹിച്ചത് മനുഷ്യൻ ദൈവത്തെ മാത്രം ആരാധിക്കണം. That is why he tested. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ പരിശോധിച്ചത്. Have you ever wondered why God made the tree of knowledge of good and evil so beautiful and attractive? ഏത് തോട്ടത്തിലെ വൃക്ഷങ്ങളിൽ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷം കാഴ്ചയ്ക്ക് അത്ര മനോഹരമാക്കി ദൈവം സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണെന്ന് ദൈവം വിലക്കിയിരുന്ന ആ വൃക്ഷത്തെ മനുഷ്യൻ ഒഴിവാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നില്ല ദൈവത്തിന്. കാഴ്ചയ്ക്ക് ഒട്ടും ആകർഷണമില്ലാത്ത വിരൂപമായ ഒരു വൃക്ഷം സൃഷ്ടിക്കുക, മുഴുവൻ മുള്ളുകൾ കൊണ്ട് നിറഞ്ഞ ഒരു വൃക്ഷം, ആ വൃക്ഷത്തിന്റെ അടുത്ത് ചെന്നാൽ ദുർഗന്ധം വമിക്കുന്ന ഒരു വൃക്ഷം. അതിനോട് അങ്ങനെ ഒരു വൃക്ഷത്തെ അവിടെ നടോടുകയാണ്. അതിനോട് നീ അതിന്റെ അടുത്തെങ്കിലും പോകല്ലെന്ന് പറഞ്ഞാൽ ആദം അവിടെ പറഞ്ഞ കർത്താവേ, അത് നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതിന്റെ 7 അയലത്ത് പോവുകയില്ല. ഏതെന്തോട്ടത്തില് ഈ വൃക്ഷത്തിന്റെ അടുക്കൂടെ കാണാം, അറിയാതെ നടന്നാൽ മൂക്ക് പൊത്തിക്കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അത്ര ബുദ്ധിമുട്ട് പിന്നെ നീ പറയേണ്ട കാര്യമുണ്ടോ? Why didn't God think of that brilliant idea to stop him from? നമുക്കൊക്കെ തോന്നുന്ന ഇത്ര മനോഹരമായിരിക്കുന്ന ഈ ആശയം ദൈവത്തിന്റെ മനസ്സിൽ എന്താ കടന്നു വരാനുള്ളത്? അങ്ങനെയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷയാകുമായിരുന്നില്ല. For it to be a test, it had to be the most beautiful tree in the garden. ദൈവം മനുഷ്യന് ഈ കൽപ്പന നൽകിയപ്പോൾ അതൊരു പരീക്ഷയാകണമെങ്കിൽ, ശോധനയാകണമെങ്കിൽ ആ വൃക്ഷം നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷം തോട്ടത്തിലുള്ള വൃക്ഷങ്ങളിൽ ഏറ്റവും മനോഹരമായ വൃക്ഷമായിരിക്കണം. So attractive. അത് അത്രയധികം ആകർഷണീയ ഉള്ള വൃക്ഷമായിരിക്കണം. Fruit so attractive that Eve's mouth begins to water. ആ വൃക്ഷത്തിന്റെ ഫലം തിന്മാൻ അത്രയധികം ആകർഷണീയമുള്ളതാണ്. അത് കാണുമ്പോൾ തന്നെ ഹവ്വയുടെ വായിൽ വെള്ളം ഓടണം. And as Eve stood before that tree, ആ വൃക്ഷത്തിന്റെ മുൻപിൽ ഹവ്വ നിന്നപ്പോൾ she is facing a choice. അവിടെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. God is asking her a question. ദൈവങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. Same question he asked you and me. നിങ്ങളോടും എന്നോടും ദൈവം ഇന്ന് ചോദിക്കുന്ന അതേ ചോദ്യം. Whom will you worship? നീ ആരെ ആരാധിക്കും? Me, the true God, സത്യദൈവമായ എന്നെ ആരാധിക്കുമോ? or this beautiful thing I have created? അതോ ഞാൻ സൃഷ്ടിച്ച എന്റെ തന്നെ സൃഷ്ടിയായിരിക്കുന്ന വളരെ കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കുന്ന ഈ വൃക്ഷത്തെയാണോ നീ സ്വീകരിക്കാൻ? This is the great choice. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള വലിയ തെരഞ്ഞെടുപ്പ്. The Creator or what He has created? Which shall I worship? സൃഷ്ടിയോ സൃഷ്ടാവോ? God and money is their choice. One is God Himself, the other is what He has created. ദൈവവും പണവും എന്നുള്ള വിഷയത്തിൽ വരുമ്പോഴേ അല്ലേ സൃഷ്ടാവ് ദൈവം സൃഷ്ടിച്ച പണം. See Romans chapter 1. റോമാലേഖനം 1-ാം അധ്യായം. It speaks about those, verse 25. 1-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നാം എന്താണ് കാണുന്നത്? People who worship what God has created
than the Creator Himself. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. This is the crime of humanity. മനുഷ്യവർഗത്തിന്റെ പാതകം ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. They think they worship God on Sunday morning. ഞായറാഴ്ച കാലത്ത് വിശുദ്ധ ദിവസം എന്ന കരുതുന്ന ആ ദിവസം ദൈവത്തെ ആരാധിക്കുന്നു എന്ന് അവർ കരുതുന്നു. They worship what He has created the other 6 days of the week. ആ വലിയവനായ ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന കാര്യങ്ങളെ, മനുഷ്യരെ, വസ്തുക്കളെ മറ്റ് സമയത്ത് God will not accept a person who worships two gods. രണ്ട് ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരുവനെ ഒരു കാരണവശാലും ദൈവം അംഗീകരിക്കും. Choose you this day. Is it God or is it Baal? Which do you want? നിങ്ങൾ ഈ ദിവസം തെരഞ്ഞെടുപ്പ് നടത്തണം. നിങ്ങൾക്ക് ദൈവത്തെയാണോ ബാലിനെയാണോ നിങ്ങൾക്ക് വേണ്ടത്? You may have pastors like those priests in Samaria who teach you to fear God and serve your own God. ശമര്യയില് വിളിക്കപ്പെട്ടതായിരിക്കുന്ന പുരോഹിതന്മാരെ പോലെ ജീവനുള്ള ദൈവത്തെയും അതുപോലെ തന്നെ അവരുടെ സ്വന്തം ദൈവങ്ങളെയും ഒരുപോലെ ഭജിക്കുവാൻ പഠിപ്പിക്കുന്ന ശുശ്രൂഷകന്മാരുണ്ടായിരിക്കാം. If you listen to them, you will suffer. നിങ്ങൾ അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്താൽ നഷ്ടം നിങ്ങൾക്കായി. Here is the truth. എന്നാൽ സത്യം The Father seeks for those who will worship Him alone. തന്നെ മാത്രം ആരാധിക്കുന്ന സത്യ നമസ്കാരികളെ അന്വേഷിക്കുന്നു. He tests you and me like He tested Eve. അവയെ പരീക്ഷിച്ചതുപോലെ എന്നെ നിങ്ങളെയും ദൈവം ജീവിതത്തിന്റെ ഇടവേളകളിൽ പരിശോധിച്ചുകൊണ്ടിരിക്കും. Today among Christians there are two groups. ഇന്ന് ക്രൈസ്തവരുടെ ഇടയിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. Among believers there are two groups. വിശ്വാസികളുടെ ഇടയിൽ രണ്ട് കൂട്ടമുണ്ട്. Among believers they differentiate in many ways. വിശ്വാസികൾ തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം ആളുകൾ പലതരത്തിലാണ് ചെയ്യുന്നത്. Those who are in denomination churches, those who are in separated churches, two groups. സാധാരണഗതിയിൽ ആളുകൾ ചിന്തിക്കുന്ന ഒരു ചിന്ത ഇതാണ്: വ്യവസ്ഥാപിത സഭകളില് പൗരോഹിത്യ സഭകളിലുള്ളവര്, ഇനി വേർപെട്ട സഭകളിലുള്ള വിശ്വാസം. Each group despises the other. ഒരു കൂട്ടം മറ്റൊരു കൂട്ടരെ പുച്ഛിക്കുന്നു. അത് നാളുകളായി നടന്നു വരുന്നു. Or those who take child baptism, believers baptism. മറ്റൊരു വേർതിരിവ് ഇതാണ്: ശിശുസ്നാനം സ്വീകരിച്ചവര്, പിന്നെ മുതിർന്നതിന് ശേഷം വിശ്വസിച്ച് സ്നാനപ്പെട്ടവര്. Or they divide those who speak in tongues, those who don't speak in tongues. മറ്റൊരു വേർതിരിവിലാണ് അന്യഭാഷ വിശ്വസിച്ച് സംസാരിക്കുന്നവര്, അന്യഭാഷ സംസാരിക്കാത്തവർ. But when you get to the presence of God, you discover God divides on some other basis. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നാം കടന്നു വന്നാൽ നാം കണ്ടെത്തും ദൈവം മനുഷ്യരെ വിഭജിക്കുന്നത് മറ്റൊരു വിധത്തിലാണ്. Those who worship what God created more than God, ദൈവത്തെക്കാൾ worship only God. ദൈവത്തെക്കാളധികം ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയെ ഭജിക്കുന്ന, ആരാധിക്കുന്നവർ, ദൈവത്തെ മാത്രം ആരാധിക്കുന്നവർ. ഇതാണ് ദൈവം വിഭജിക്കുന്ന വിഭജനം. Which group are you in? ഇന്ന് രാത്രിയില് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കൂട്ടത്തിൽ ഏതിലാണ്? Remember what Jesus said. യേശു പറഞ്ഞ വാക്കുകൾ ഓർക്കുക. You are those who justify yourself before the sight of men, but God knows your heart. നിങ്ങൾ മനുഷ്യരുടെ വിഭാഗം നിങ്ങളെ തന്നെ നീതീകരിക്കുന്നവരാണ്, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. You know, when you see a very pretty girl, വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾ കാണുമ്പോൾ God is asking you the same question He asked me. ദൈവം അവയോട് ചോദിച്ച അതേ ചോദ്യമാണ് ആ സമയം സഹോദരൻ നിന്നോട് ചോദിക്കുന്നത്. You worship what I created? ഞാൻ ഈ സുന്ദരിയായ പെൺകുട്ടിയാണോ നീ ആരാധിക്കാൻ പോകുന്നതോ സൃഷ്ടാവായ എന്നെയാണോ? When you are tempted to watch something filthy on the internet, ഇന്റർനെറ്റില് എന്തെങ്കിലും വളരെ മോശമായ അശ്ലീലമായ കാര്യങ്ങൾ കാണുവാനായിട്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോഴും ഇതേ ചോദ്യമാണ് ആവർത്തിക്കുക. God is asking you. ദൈവം നിന്നോട് ചോദിക്കുകയാണ്, You want to worship what I have created on that screen, or you want to worship me? നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ കാണുന്നതായിരിക്കുന്ന എന്റെ സൃഷ്ടിയായിരിക്കുന്ന അതാണോ നിനക്ക് ആരാധന വിഷയം, അതോ ഞാനാണോ എന്റെ ആരാധന മൂർത്തി? I know what is on that screen draws you just like the fruit Eve. അവയെ വിലക്കപ്പെട്ടതായിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ ഫലത്തിലേക്ക് ആകർഷിച്ചതിന്റെ ഒരുപക്ഷെ അധികം ശക്തിയിൽ നിന്നെ ഈ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് അറിയാം. ദൈവമാണ് എന്നോട് പറയുന്നത്. She saw with her eyes and took it with her hands. നമുക്കറിയാം, കാണുവാൻ ഭംഗിയുള്ളതായിരുന്നു. അത് അവിടെ ആകർഷിച്ചു. ഹവ്വ കൈനീട്ടി ആ വൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്നുവെന്നാണ് നാം വായിക്കുന്നത്. You look into the computer scene and you see something with your eyes and you use your hand and click the mouse. It's the same thing. കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ ദൈവം വിലക്കിയിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകളുടെ ആകർഷണീയത ഉണ്ടായി കൈനീട്ടി പറിച്ച ഹവ്വയെ പോലെ നിങ്ങളുടെ വിരലുകൾ കൊണ്ട് നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ മൗസ് അമർത്തുന്നു. രണ്ടും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. Eve made her
her choice and you have made your choice. ഹവ്വ അന്ന് ആദ്യം ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്തി, നിങ്ങളും അനന്ത ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. The devil told her, don't worry, it will be okay. അവളോട് ആദ്യം പിശാച് ചതിക്കാൻ പറഞ്ഞത് എന്താണ്? അതത്ര കാര്യമൊന്നും ആക്കണ്ടെന്ന്, എല്ലാം ശരിയാണ്. You can worship this and you can worship God. നിനക്ക് ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാം, നിനക്ക് ദൈവത്തെ പോലെയാകാം. അപ്പൊ പിന്നെ And that's what the devil tells you also. പിശാച് നിങ്ങളോട് പറയുന്ന അതാണ്. It's alright, you can do this, nobody is seeing you. ആരും നിങ്ങളെ കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഈ പാപം ഇത് വലിയ വിഷയമാണ്. Sunday morning you can go and clap your hands and worship the Lord. ഞായറാഴ്ച രാവിലെ ആരാധന സ്ഥലത്ത് പോയിട്ട് കയ്യൊക്കെ കൊട്ടി നിങ്ങൾക്ക് ആത്മാവിൽ ആരാധിക്കാൻ ഒരു പ്രയാസവുമില്ല. What is the difference in you and the Samaritans who fear the Lord and serve their own God? ദൈവത്തെ വധിക്കുകയും അവരുടെ സ്വന്തം ദേവന്മാരെ ആരാധിക്കുകയും ചെയ്ത ശമരിയക്കാരിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന ഏത് വിധത്തിൽ വ്യത്യസ്തമാണ്. Choose you this day whom you will serve, God or Baal. നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക. ഏലിയാവ് പറഞ്ഞ വാക്കുകൾ, ബാലിനെയാണോ യഹോവയാണോ നിങ്ങൾ ആരാധിക്കുക? The Creator or what He has created. സൃഷ്ടിയാണോ അതോ സൃഷ്ടാവിനെയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? You cannot serve both. എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ആരാധിക്കാൻ ഒരു നാളും കഴിയില്ല. It's the same with money. പണത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സത്യം. Money is a very attractive thing, just like the tree which Eve saw. Very attractive. അവയെ ആകർഷിച്ച് വീഴ്ചയിലേക്ക് നടത്തിയ വൃക്ഷഫലം പോലെ തന്നെ അത്യധികം ആകർഷണീയമുള്ള കാര്യമാണ് പണം, ധനം. The love of money പണത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് വലിയ ശക്തിയാണ്. is the mark of the beast. അത് മൃഗത്തിന്റെ അന്ത്യനാളുകളിൽ വെളിപ്പെടാൻ പോകുന്ന മൃഗത്തിന്റെ അടയാളമാണ്. Many people are looking for some invisible 666 to be written on their forehead or their arm and say, no, I will not allow that. പ്രവചനം പഠിക്കുന്ന അനേകരും ഇങ്ങനെ കാണാൻ കഴിയാത്ത നിലയിൽ, അദൃശ്യമായ നിലയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരുടെ കൈകളിൽ 666 എഴുതുന്നതിനൊക്കെ കാത്തിരിക്കുകയാണ്. You know what 666 means? ഈ 666 എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 6 is the number of man created on the 6th day. 6 എന്ന് പറയുന്നത് 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ സംഖ്യയാണ്. And when 6 is repeated 3 times, it is man trying to be like the Trinity. 6 3 പ്രാവശ്യം ആവർത്തിക്കപ്പെടുമ്പോൾ 6-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയായ മനുഷ്യൻ, തൃത്വം, 3 ആളത്വങ്ങൾ വസിക്കുന്ന തൃത്വ ദൈവം തുല്യനാകുവാൻ ശ്രമിക്കുന്ന ശ്രമം, മനുഷ്യൻ ദൈവത്തെ പോലെയാകുവാനുള്ള പരിശ്രമമാണ്. I choose for myself. I don't want God. ഏതിൽ സംഭവിച്ച വീഴ്ചയുടെ രഹസ്യം ഇതായിരുന്നില്ലേ? ഞാൻ ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തണ്ട, എനിക്ക് അറിയാം ഏതാണ്. And where is the mark of the beast? ആ മൃഗത്തിന്റെ അടയാളം എവിടെയാണ്? Forehead or the hand? അവിടെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഒന്നുകിൽ നെറ്റിമേലാകാം, അല്ലെങ്കിൽ കയ്യിലാകാം. Where is the love of money? എവിടെയാണ് പണസ്നേഹം കുടികൊള്ളുന്നത്? നമ്മുടെ മനസ്സിലും We use it with our right hand all the time. നമ്മുടെ കൈകളിലും നാം പണം ഉപയോഗിക്കുമ്പോൾ എല്ലാ സമയത്തും ഇവിടെയാണ്. But it is secret. Nobody sees it. എന്നാൽ ഇത് രഹസ്യ സ്വഭാവമുള്ളതാണ്, വെളിയിൽ ആരും അത് കാണുന്നില്ല. You may be cheating people, and even your wife who lives with you for 30 years doesn't know it. നിങ്ങൾ മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കാം. 30 വർഷമായി നിങ്ങളോടൊപ്പം ജീവിക്കുന്നതിന്റെ ഭാര്യ പോലും ഒരുപക്ഷെ നിന്റെ ഈ ജീവിതത്തിന്റെ ഇരുട്ടത്താപ്പ് അറിയുന്നില്ല. You may be a lover of money and nobody knows it, not even the person whom you are living with. നിങ്ങൾ അത്യധികം പണസ്നേഹിയായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും തന്നെ നിങ്ങളോടൊപ്പം താമസിക്കുന്ന വ്യക്തി പോലും അറിയാത്ത നിലയിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് നിരാശമായി വെക്കാം. Justify yourself before men, but God knows your heart. മനുഷ്യന് മുൻപാകെ നിങ്ങളെ തന്നെ നീതീകരിക്കുവാനാണ് നിങ്ങളുടെ ശ്രമം. പക്ഷെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. The only man who can help you to be free from the love of money is one who is free from the love of money himself. ദിവ്യാഗ്രഹത്തിൽ പണസ്നേഹത്തിൽ നിങ്ങളെ സ്വാതന്ത്ര്യമാക്കാൻ കഴിയുന്നത് ആർക്കാണ്? സ്വയമേ പണസ്നേഹത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്ന ഒരുവന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ. Somebody is in the same pit as yourself, he can't deliver you from that pit. നിങ്ങൾ മരിച്ചിരിക്കുന്ന അതേ കുഴിയിൽ കിടന്ന് കുഴയുന്ന ഒരു മനുഷ്യന് നിങ്ങളെ കരകയറ്റുവാൻ കഴിയുമെന്നാണ് He's got to come out of that pit first before he can pull you up. നിങ്ങളെ സഹായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഒന്നാമത്തെ കുഴിയിൽ നിന്ന് വെളിയിൽ വരണം, എന്നിട്ട് അവന് സഹായഹസ്തം നീടുവാൻ കഴിയുള്ളൂ. I say, look for a church that will deliver you from the love of money. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഏത് വിഭാഗമായിക്കൊള്ളട്ടെ, ദൈവസ്നേഹത്തിൽ നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ആത്മീയ കൂട്ടായ്മയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. You need leadership that is free from the love of money. If you want to be free yourself, നിങ്ങൾക്ക് തന്നെ